Dear students, welcome to the new class. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് different methods or the different situations of calculating new ratio എന്ന ടോപ്പിക്കാണ്. So there are different cases or different situations involving the calculation of new profit sharing ratio when a partner is admitted. ഒരു പാർട്ട്ണറെ പുതുതായിട്ട് ചേർത്ത് കഴിയുമ്പോൾ പല സാഹചര്യങ്ങൾ വരാം. പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരാം, അല്ലെങ്കിൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിനെ പ്രധാനമായിട്ടും 6 സിറ്റുവേഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, there are 6 different situations of new ratio. ഓക്കെ, 6 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണുള്ളത്. പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വരാവുന്ന 6 വ്യത്യസ്ത സാഹചര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ 6 തരത്തിലുള്ള കണക്കുകൾ വരാം. ഓക്കെ, ഒന്ന്, സിറ്റുവേഷൻ 1, ഇഫ് ഇൻഫർമേഷൻ ഓൺ സാക്രിഫൈസിങ് ഈസ് നോട്ട് ഗിവൺ. അവരെ കളർ മാറ്റിയിരിക്കുന്നത് എന്താണ്? നോട്ട് ഗിവൺ. അത് ഓർത്തിരിക്കുക. എന്ത് നോട്ട് ഗിവൺ? സാക്രിഫൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് നോട്ട് ഗിവൺ എന്ന് പറയാൻ, ഇൻഫർമേഷൻ ഓൺ സാക്രിഫൈസിങ് ഈസ് നോട്ട് ഗിവൺ മീൻസ്, അതായത് ഉദാഹരണത്തിന് എയും ബിയും പാർട്ട്നേഴ്സാണ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് 1:1 അവർ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. സി എന്ന പാർട്ട്ണറാണ് അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ പുതിയ റേഷ്യോ കണ്ടെത്തുക എന്ന ചോദ്യം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്ത് തന്നിട്ടില്ല? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണറുടെ ഷെയർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 1/5 ആണെന്ന് വിചാരിക്കുക. 1/5 ന്യൂ പാർട്ട്ണർ സിയുടെ ഷെയർ 1/5 അത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ പഴയ പാർട്ട്നേഴ്സ് ഏത് രീതിയിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, സിക്ക് കൊടുത്ത 1/5 ഷെയർ അത് എയും ബിയും എങ്ങനെയാണ് വീതിച്ച് അവരുടെ ഷെയറിൽ നിന്ന് കുറച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. ആ 1/5 മുഴുവൻ എ ആണോ കൊടുത്തത്, മുഴുവൻ ബി ആണോ കൊടുത്തത്, അത് ഈക്വലായിട്ടാണോ കൊടുത്തത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റേഷ്യോയിലാണോ കൊടുത്തത്, തുടങ്ങിയ യാതൊരു കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്ത സിറ്റുവേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഓൾഡ് റേഷ്യോ തരും, ന്യൂ പാർട്ട്ണറുടെ ഷെയർ തരും, വേറെ യാതൊരു ഇൻഫർമേഷൻ തരില്ല എങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇഫ് ഇൻഫർമേഷൻ ഓൺ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് നോട്ട് ഗിവൺ. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. പാർട്ട്നേഴ്സിൻ്റെ സ്വഭാവമുണ്ട്, അവർ മറ്റ് ഇൻഫർമേഷൻ ഒന്നുമില്ലെങ്കിൽ അവരെന്ത് കിട്ടിയാലും എന്ത് കൊടുത്താലും എങ്ങനെ ഷെയർ ചെയ്യും? ഈക്വലായി അല്ല, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ക്ലിയർ? പാർട്ട്നേഴ്സിൻ്റെ സ്വഭാവം എന്താണ്? എന്ത് കൊടുത്താലും എന്ത് കിട്ടിയാലും, മറ്റ് വിവരങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ, മറ്റ് സൂചനകളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ അവർ എങ്ങനെ ഷെയർ ചെയ്യും ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സിക്ക് കൊടുത്ത 1/5 ഷെയർ അവരെങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ സങ്കല്പിക്കണം. അവരുടെ തുല്യമായിട്ടല്ല, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. അത് ഈക്വൽ ആവാം, വേറെ ഏതെങ്കിലും ആവാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എപ്പോഴും ഈക്വൽ ആവണമെന്നില്ലല്ലോ. ഓക്കെ, ഉദാഹരണത്തിന് എക്സും വൈയും പാർട്ട്നേഴ്സാണ്. 3:2 എന്നാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇസഡിനെ അഡ്മിറ്റ് ചെയ്ത് 1/10 ഷെയർ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 1/10 ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു? അതാണ് ചോദ്യം. അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണർ ഷെയർ മാത്രം തന്നിട്ടുണ്ട്. സാക്രിഫൈസിങ്ങിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? നമ്മൾ എന്താണ് സങ്കല്പിക്കേണ്ടത്? യെസ്, അവർ പഴയ പാർട്ട്നേഴ്സ് എല്ലാവരും സാക്രിഫൈസ് ചെയ്തു എന്നും അവർ സാക്രിഫൈസ് ചെയ്ത് അവരുടെ ഓൾഡ് റേഷ്യോ ആയ 3:2 തന്നെയാണ് എന്നും നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇസഡിന് കൊടുത്ത 1/10 ഷെയർ അത് എങ്ങനെയാണ് വീതിച്ചെടുത്ത് പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിൽ നിന്ന് കുറച്ചത്? അവരുടെ പഴയ റേഷ്യോയിൽ തന്നെ. ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഓക്കെ, സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പാർട്ട്ണർക്ക് കൊടുത്ത ഷെയറിൽ ഓരോ പാർട്ട്ണറും വിട്ടുകൊടുത്ത ഭാഗമാണ്
ഓരോ പഴയ പാർട്ട്ണറുടെയും സാക്രിഫൈസ് ഇസ് ഈക്വൽ ടു ന്യൂ ഷെയർ ഓൾഡ് ഷെയർ മൈനസ് ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണറുടെ ഷെയർ, അതായത് ഇസഡിൻ്റെ ഷെയർ, ആ ഷെയറിൻ്റെ എത്ര ഭാഗം എക്സ് കൊടുത്തു അതാണ് എക്സിൻ്റെ സാക്രിഫൈസ്, അതിലെത്ര ഭാഗം വൈ കൊടുത്തു എന്ന് കണ്ടെത്തിയാൽ അതാണ് വൈയുടെ സാക്രിഫൈസ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സോ സിറ്റുവേഷൻ 1, if information on sacrificing is not given, if no information is given about sacrifice, it should be assumed that the old partners sacrifice in the old ratio itself. എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റ് ഇൻഫർമേഷനൊന്നും എങ്ങനെ സാക്രിഫൈസ് ചെയ്തു എന്നതിനെപ്പറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ എന്താണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്? ഇറ്റ് ഷുഡ് ബി അസ്യൂംഡ് ദാറ്റ് ദ ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പാർട്ട്നേഴ്സ്, നമ്മുടെ ഉദാഹരണത്തിൽ എയും ബിയും അല്ലെങ്കിൽ എക്സും വൈയും, ഓക്കെ, അവരെങ്ങനെ ഷെയർ ചെയ്യും എന്നാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അവരെങ്ങനെയെങ്കിലും ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നു അല്ല സങ്കല്പിക്കേണ്ടത്. അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അത് സാക്രിഫൈസ് ചെയ്യും എന്ന് തന്നെയാണ് സങ്കല്പിക്കേണ്ടത്. ഇനി അഥവാ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ സാക്രിഫൈസും ഈക്വൽ. ക്ലിയർ? പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണെങ്കിൽ സാക്രിഫൈസും 3:2. പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണെങ്കിൽ മറ്റ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യണം? അവരുടെ സാക്രിഫൈസും ഏത് റേഷ്യോയിലായിരിക്കും? 5:3. ഓക്കെ, എപ്പോഴാണ് ഈക്വൽ ബാധകമാകുന്നത്? ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബാധകമാകുന്നത് എപ്പോഴാണ്? കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതെപ്പോഴാണ് ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബാധകമാകുന്നത്? അത് ഈ പറഞ്ഞ പഴയ പാർട്ട്നേഴ്സിന് എന്തില്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ പറ്റി ഇൻഫർമേഷനൊന്നും അവരുടെ എഗ്രിമെൻറ്റിൽ ഇല്ലെങ്കിൽ മാത്രം ഈക്വൽ റേഷ്യോ ആവും. അങ്ങനെ ഈക്വൽ റേഷ്യോ ആയാൽ സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ആവും. അല്ലാത്തപ്പോൾ ഒരിക്കലും ഈക്വൽ ആവില്ല. ക്ലിയർ? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് നെവർ ഓൾവേസ് 1:1. നോ, അങ്ങനെയല്ല. ഓൾഡ് റേഷ്യോ എന്താണോ അത് തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ, പ്രൊവൈഡഡ് മറ്റ് ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ. ക്ലിയർ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Chapter 3, question 1. A and B are partners sharing profits in the ratio of 5:3. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എയും ബിയും. ഓൾഡ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 5:3. C is admitted as a new partner with 1/8 share. Find new ratio. ഇതാണ് ചോദ്യം. സിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, 1/8 ഷെയർ ആണ് സിക്ക് കൊടുത്തത്, പുതിയ റേഷ്യോ കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുന്നു, ഒന്ന് അനലൈസ് ചെയ്യുന്നു. സോ look at the screen. So answer, we are splitting this information into different pieces. Analysis. Old partners A, B, old ratio 5:3, that is made into fraction 5/8 and 3/8. Okay, for easier calculation later we need fractions. So 5:3 means 5 plus 3, 8 will be the denominator, common denominator. 5:3, 5/8 and 3/8. The new partner is C's share is 1/8. So അടുത്ത ചോദ്യം, ഇൻഫർമേഷൻ ഓൺ സാക്രിഫൈസ് അത് തന്നിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, നോട്ട് ഗിവൺ. ഓക്കെ, സോ വാട്ട് ഷുഡ് ബി അസ്യൂംഡ്? എന്താണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്? അങ്ങനെ ഓൾഡ് റേഷ്യോയും പുതിയ പാർട്ട്ണർ ഷെയറും മാത്രം തരുമ്പോൾ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? എങ്ങനെ സാക്രിഫൈസ് ചെയ്യും എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്? അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെ സാക്രിഫൈസ് ചെയ്യും. അതിവിടെ എത്രയാണ്? 5:3. So sacrificing ratio is equal to old ratio, that's equal to 5:3. Is it clear? I think it is clear. Now look at the picture on the right hand top side of the screen. See, C's share അതിനെ 8 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 2 3 4 5 6 7 8. അത് സിയുടെ ഷെയറിനെ 8 ഭാഗങ്ങളല്ല, 8 വെറും ഭാഗങ്ങളല്ല, തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. 8 തുല്യ ഭാഗങ്ങൾ, അതിലേതെടുത്താലും ഒരേ സൈസ്. ഓക്കെ, അതിൽ എയിൽ നിന്ന് 5 ഭാഗവും ബിയിൽ നിന്ന് 3 ഭാഗവും എടുക്കുന്നു. കാരണം എന്തായിരിക്കും? എ സാക്രിഫൈസ് ചെയ്യുന്നത് അതിൽ 8-ൽ 5ഉം ബി സാക്രിഫൈസ് ചെയ്യുന്നത് സിയുടെ ഷെയറിൻ്റെ 8-ൽ 3ഉം. വേറെ രീതിയിൽ പറഞ്ഞാൽ സിയുടെ ഷെയറിനെ അല്ലെങ്കിൽ സിയുടെ കേക്ക് പീസിനെ നമ്മൾ കേക്ക് പീസുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു അല്ലേ?
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സിയുടെ കേക്ക് പീസിനെ 8 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി അതിൽ 5 ഭാഗം എയുടെ ഭാഗത്തുനിന്ന് കൊടുത്തു, 3 ഭാഗം ബിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തു. ക്ലിയർ? അപ്പോൾ എ കൊടുത്ത സിയുടെ ഷെയറിൻ്റെ ഭാഗം എയുടെ സാക്രിഫൈസും ബി കൊടുത്ത സിയുടെ ഷെയറിൻ്റെ ഭാഗം ബിയുടെ സാക്രിഫൈസും ആണല്ലോ. യെസ്. അപ്പോൾ എയുടെ സാക്രിഫൈസ് എത്ര, ബിയുടെ സാക്രിഫൈസ് എത്ര? ആ സാക്രിഫൈസുകൾ ഓൾഡ് ഷെയറിൽ നിന്ന് കുറച്ചാൽ we will get new share of A and new share of B, that is the new shares of all the partners. Then we arrange all the 3 partners' shares in the new ratio. പുതിയ റേഷ്യോയിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ അറേഞ്ച് ചെയ്താൽ ന്യൂ റേഷ്യോ ആയി മാറും. ശ്രദ്ധിക്കുക, ഒരേ ഡിനോമിനേറ്റേഴ്സ്, ഒരേ ഛേദങ്ങൾ വന്നെങ്കിൽ മാത്രമേ റേഷ്യോ ആക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ അങ്ങനെയല്ലെങ്കിൽ നമ്മളതിനെ ഒരേ ഛേദം ഒരേ ഡിനോമിനേറ്റർ ആക്കി മാറ്റുകയും അതിനെ റേഷ്യോ ആക്കി എഴുതുകയും ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അപ്പോൾ അതിൻ്റെ വിശദീകരണം, ഇറ്റ് മീൻസ് സി അക്വയേഴ്സ് 5/8 ഓഫ് ഹിസ് ഷെയർ ഫ്രം എ ആൻഡ് 3/8 ഓഫ് ഹിസ് ഷെയർ ഫ്രം ബി. ദാറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് എ ആൻഡ് ബി. ക്ലിയർ? എയുടെ സാക്രിഫൈസ് എത്രയാണ്? സിയുടെ ഷെയറിൻ്റെ 5/8, അതാണ് എ കൊടുത്തത്. ബിയുടെ സാക്രിഫൈസ് എത്രയാണ്? സിയുടെ ഷെയറിൻ്റെ 3/8 ആണ് ബി കൊടുത്തത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. Now putting the value, substituting the equation with the values, that is equal to 5/8. എയുടെ ന്യൂ ഷെയർ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. എയുടെ ന്യൂ ഷെയർ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 5/8, ദാറ്റ് ഇസ് ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ സിയുടെ ഷെയറിൻ്റെ 5/8, സി ഇൻറ്റു 5/8 വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. ദാറ്റ്സ് ഈക്വൽ ടു 5/8 മൈനസ്, ഇനി സിയുടെ സ്ഥാനത്ത്, സി എന്നെഴുതിയ സ്ഥാനത്ത് സിയുടെ ഷെയർ നമ്മൾ ഇടുന്നു. ക്ലിയർ? സിയുടെ ഷെയർ ഇടുന്നു. അപ്പോൾ സിയുടെ സ്ഥാനത്ത് എന്ത് വരും? 1/8 ആണ് സിയുടെ ഷെയർ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എഴുതുന്നു ഇൻറ്റു പഴയ ബ്രാക്കറ്റിലുള്ള 5/8. ദാറ്റ് ഇസ് ഈക്വൽ ടു, ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം, 5/8 മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലുള്ള സംഖ്യകൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴാണ് വേറെ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ 1 × 5 5, 8 × 8 64, 5/64. സോ ഐ റിപ്പീറ്റ്, ഇസ് ഈക്വൽ ടു 5/8 മൈനസ് ബ്രാക്കറ്റിനുള്ളിലുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ 5/64. ഇനി എന്താണ് പ്രശ്നം? ഈ ഒന്ന് 64-ലും ഒന്ന് 8-ലുമാണ്. 8-നെ 64 പറ്റുമല്ലോ. എത്ര കൊണ്ട് ഗുണിച്ചാൽ? 5/8ൻ്റെ 2 വശവും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 64 മാറും. ഏത് സംഖ്യയാണത്? 8 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ താഴെ മാത്രം ഗുണിച്ചാൽ വാല്യൂ മാറിപ്പോകും, മുകളിലും താഴെയും ഗുണിച്ചാൽ ഇഫക്റ്റ് സെയിം ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 5/8 × 8 ഡിവൈഡഡ് ബൈ 8, 5 × 8/8 × 8 മൈനസ് 5/64 ബ്രാക്കറ്റിന് പുറത്ത് സാക്രിഫൈസ് ചെയ്ത ഭാഗം. ദാറ്റ്സ് ഈക്വൽ ടു 5 × 8 40 divided by 8 × 8 64, 40/64 മൈനസ് 5/64. ഛേദം രണ്ടും ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണ്, 64 ആണ് രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ്. ഇനി മുകളിലത്തെ കുറയ്ക്കാം, കൂട്ടാനാണെങ്കിൽ കൂട്ടാം, ഇവിടെ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ആണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ അവസാനം കാണുന്നത് 40/64 എന്ന് പറയുന്നത് അയാളുടെ പഴയ ഷെയർ തന്നെയാണ്, 5/8 തന്നെയാണ്. ഓക്കെ, മൈനസ്, അതിനെ വേറെ രീതിയിലാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, മൈനസ് 5/64 എന്ന് പറഞ്ഞാൽ അയാൾ സിക്ക് വേണ്ടി കൊടുത്ത ഷെയറാണ്. 5/64 സാക്രിഫൈസ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 35. മുകളിലത്തെ മാത്രം കുറച്ചാൽ 35/64. ഇനി ബിയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കണം. ബിയും സാക്രിഫൈസ് ചെയ്തു എന്നാണ് നമ്മുടെ അസംഷൻ. സോ ബേസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഓൾഡ് ഷെയർ 3/8 മൈനസ് സാക്രിഫൈസ് എന്ന് പറയുന്നത് സിക്ക് എയും ബിയും ഒരു ഷെയർ വിട്ടുകൊടുത്താൽ അതാണ് ബിയുടെ സാക്രിഫൈസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 മൈനസ് സി ഇൻറ്റു 3/8. സിയുടെ ഷെയറിൻ്റെ 3/8 ആര് കൊടുക്കും? ബി കൊടുക്കും. ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഓൾഡ് ഷെയർ ഓഫ് ബി ഇസ് 3/8 മൈനസ്
സാക്രിഫൈസ് ആണ് ബ്രാക്കറ്റിൽ എഴുതുന്നത്. സിയുടെ ഷെയറിൻ്റെ 3/8 ആണ് ആര് കൊടുത്തത്? ബി കൊടുത്തത്. അപ്പോൾ ബിയുടെ സാക്രിഫൈസ് ബ്രാക്കറ്റിൽ എഴുതുമ്പോൾ സി ഇൻറ്റു 3/8 ദാറ്റ് ഇസ് ഈക്വൽ ടു റീപ്ലേസിങ് ദ വാല്യൂ വിത്തിൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിലുള്ള വാല്യൂസ് റീപ്ലേസ് ചെയ്യുന്നു. സി എന്ന് പറയുന്ന അക്ഷരം മാറ്റി സിയുടെ ഷെയർ എഴുതുന്നു. 3/8 മൈനസ് വിത്തിൻ ബ്രാക്കറ്റ്സ് 1/8 ഇൻറ്റു 3/8 ദാറ്റ്സ് ഈക്വൽ ടു 3/8 മൈനസ് 3/64. ആ ബ്രാക്കറ്റിലുള്ളത് ഗുണിച്ചാൽ 3 ഇൻറ്റു 1 3, 8 ഇൻറ്റു 8 64. സോ ദ ആൻസർ കംസ് ടു 3/64. അപ്പോൾ വീണ്ടും പ്രശ്നം 1 8 1 64 8ലുള്ള സംഖ്യ 64ആക്കാൻ 8ൽ 3ൻ്റെ മുകളിലും താഴെയും 8 കൊണ്ട് ഗുണിക്കുക. താഴത്തെ സംഖ്യയാണ് നമ്മൾ ആക്കേണ്ടത്. 8 ഇൻറ്റു 8 64 കിട്ടും. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു 8 താഴെ എഴുതുന്നു, മുകളിൽ 3 ഇൻറ്റു 8 എഴുതുന്നു. മൈനസ് 3/64. ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് തന്നെ. ദാറ്റ്സ് ഈക്വൽ ടു 24/64. 3 ഇൻറ്റു 8 24 കിട്ടും. 8 ഇൻറ്റു 8 64 കിട്ടും. മൈനസ് 3/64 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് സാക്രിഫൈസ്. ദാറ്റ്സ് ഈക്വൽ ടു 21/64. ഓക്കെ, ദെൻ സീസ് ഷെയർ ഇസ് ഈക്വൽ ടു 1/8. 1/8 പ്രശ്നമുണ്ട്. ബാക്കി രണ്ടും 64ലാണ് ഷെയർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിച്ച് മുകളിലും താഴെ 8 കൊണ്ട് ഗുണിച്ച് 64ആക്കി മാറ്റണം. സോ 8/8 കൊണ്ട് ഗുണിക്കുന്നു. 1/8 ഇൻറ്റു 8/8 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 8 8 8 ഇൻറ്റു 8 64 8/64. അപ്പോൾ നമ്മൾ റേഷ്യോ എല്ലാ ഷെയർസും ഇവിടെ 64ലായി കഴിഞ്ഞു. അപ്പോൾ we can write the new ratio as 35:21:8. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കണം. കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? അതിൻ്റെ ഡിനോമിനേറ്ററായ അപ്പോൾ ഇത് നമ്മൾ ശരിയാണെന്ന് അറിയാൻ വേണ്ടി കൂട്ടി നോക്കണം. കൂട്ടി നോക്കുമ്പോൾ എന്ത് കിട്ടണം? അവരുടെ ഡിനോമിനേറ്റർ കിട്ടണം. 64 കിട്ടേണ്ടത്. 35 21 56 56 8 64 കറക്റ്റാണ്. അപ്പോൾ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 35:21:8. ഇതിനെ മൂന്നിനെയും പൊതുവായിട്ട് ഒരു സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇനി അതിനെ ലഘൂകരിക്കാൻ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. സോ ദിസ് ഇസ് ദ ന്യൂ റേഷ്യോ. സോ ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് So chapter 3 question 2 ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ്. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. Z is admitted as a new partner with 1/6 share. Find the new ratio. അപ്പോൾ ഇവിടെ ഇത് തന്നിട്ടില്ല. സാക്രിഫൈസ് എങ്ങനെ ചെയ്തു എന്നതിനെപ്പറ്റി ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. സോ വി ക്യാൻ assume that it is the same as the old ratio, which is 3:2. So we are answering by analyzing the question. Answer: old partners X, Y. Old ratio 3:2. New partner Z. Z's share 1/6. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് whether any information is given about sacrifice. സാക്രിഫൈസിനെ പറ്റി എന്തെങ്കിലും വിവരം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ ആണ്. അപ്പോൾ നോട്ട് ഗിവൺ. ക്ലിയർ? ഇൻഫർമേഷൻ ഓൺ സാക്രിഫൈസ് ഇസ് നോട്ട് ഗിവൺ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ ആയി ഓൾഡ് റേഷ്യോ തന്നെ എടുക്കുന്നത്. സോ ഇറ്റ് മീൻസ് ഇസഡ് അക്വയേഴ്സ് 3/5 ഓഫ് ഹിസ് ഷെയർ. ഇസഡ് സ്വന്തം ഷെയറിൻ്റെ 3/5 എക്സിൽ നിന്നും സ്വന്തം ഷെയറിൻ്റെ 2/5 വൈയിൽ നിന്നും ഏറ്റെടുക്കുന്നു. അല്ലെങ്കിൽ ഇസഡിന് കൊടുത്ത ഷെയർ അതിലെത്ര എക്സ് കൊടുത്തോ അത് എക്സിൻ്റെ സാക്രിഫൈസ്, എത്ര വൈ കൊടുത്തോ അത് വൈയുടെ സാക്രിഫൈസ് ആണെന്ന് നമുക്കറിയാം. ദെൻ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. എക്സ് ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു എക്സിൻ്റെ പഴയ ഷെയർ മൈനസ് എക്സിൻ്റെ സാക്രിഫൈസ്. ദാറ്റ്സ് ഈക്വൽ ടു 3/5 മൈനസ് എക്സിൻ്റെ സാക്രിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡിൻ്റെ ഷെയറിൻ്റെ 5/3. മറ്റ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ പഴയ റേഷ്യോയിൽ തന്നെ സാക്രിഫൈസ് ചെയ്യും അല്ലേ? അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇസഡ് ഇൻറ്റു 3/5. ഓക്കെ, ഇതാണ് ഇസഡിൻ്റെ ഷെയറിൻ്റെ 3/5 ആണ് എക്സിൻ്റെ സാക്രിഫൈസ്. ദാറ്റ്സ് ഈക്വൽ ടു 3/5 അവിടെ തന്നെ നിർത്തുന്നു. മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ ഇസഡിൻ്റെ സ്ഥാനത്ത് ഇസഡിൻ്റെ ഷെയർ റീപ്ലേസ് ചെയ്യുന്നു. 1/6 ഇൻറ്റു 3/5. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇനി ബ്രാക്കറ്റിനുള്ളിലെ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നു. 3/5 മൈനസ് 3 ഇൻറ്റു 1 3, 6 ഇൻറ്റു 5 30, 3/30. ഓക്കെ,
അപ്പോൾ അവിടെ പ്രശ്നമാണ്, അത് കുറയ്ക്കാൻ നേരിട്ട് പറ്റില്ല. ഒന്ന് 5-ലാണ്, മറ്റത് 30. 5-നെ 30-ലാക്കാൻ പറ്റുമല്ലോ. ഇതുകൊണ്ട് ഗുണിക്കണം, മുകളിലും താഴെയും. 3/5 മുകളിലും താഴെയും 6 കൊണ്ട് ഗുണിച്ചാൽ അത് 30-ലായി മാറും. ഓക്കെ, അപ്പോൾ വാല്യൂ വ്യത്യാസം വരിക 3/6. ദാറ്റ്സ് ഈക്വൽ ടു 3/5 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 6. മുകളിലും താഴെ 6 കൊണ്ട് ഗുണിക്കുന്നു. ദാറ്റ്സ് മൈനസ് 3/30. ഓൾറെഡി 30-ലായത് അതിനകത്തുനിന്ന് കുറയ്ക്കുന്നു, സാക്രിഫൈസ് കുറയ്ക്കുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 3 × 6 18 ഡിവൈഡഡ് ബൈ 5 × 6 18/30. 18/30 മൈനസ് 3/30. അപ്പോൾ രണ്ടും ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് മുകളിലത്തെ കുറയ്ക്കാം. 18 മൈനസ് 3 ഇറ്റ് വിൽ കം ടു 15. 15 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, ആണ് എക്സിൻ്റെ ന്യൂ ഷെയർ. വൈയുടെ ന്യൂ ഷെയർ റിസൾട്ട് ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ദാറ്റ്സ് ഈക്വൽ ടു 2/5 മൈനസ് സാക്രിഫൈസ് ആയിട്ട് വരുന്ന ബ്രാക്കറ്റിൽ എഴുതുന്നു. ഇസഡിൻ്റെ ഷെയറിൻ്റെ 2/5 ആണ് വൈയുടെ സാക്രിഫൈസ്. ദാറ്റ്സ് ഈക്വൽ ടു 2/5 മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ ഇസഡിൻ്റെ സ്ഥാനത്ത് ഇസഡിൻ്റെ ഷെയർ എഴുതുന്നു. ഓക്കെ, 2/5 മൈനസ് ബ്രാക്കറ്റിൽ 1/6 ഇൻറ്റു 2/5. ഈ 2/5 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 മൈനസ് 2/30. അപ്പോൾ വീണ്ടും പ്രശ്നമായി, രണ്ടും കുറയ്ക്കണമെങ്കിൽ രണ്ടും എന്തായിരിക്കണം, ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങൾ സെയിം ആയിരിക്കണം. അപ്പോൾ ഈ 2/5-നെ മുകളിലും താഴെയും 6 കൊണ്ട് ഗുണിക്കുന്നു. 2/5 ഇൻറ്റു 6/6 മൈനസ് 2/30. ദാറ്റ്സ് ഈക്വൽ ടു 12/30 മൈനസ് 2/30. ദാറ്റ്സ് ഈക്വൽ ടു 10/30. 30-ൽ 15 എക്സിൻ്റെ ഷെയർ, 30-ൽ 10 വൈയുടെ ഷെയർ. ഇനി 30-ൽ എത്ര ബാക്കിയുണ്ട്? ഓക്കെ, അതാണ് ഇസഡിൻ്റെ ഷെയർ. ഇസഡ് ഷെയർ ഇസ് ഈക്വൽ 1/6. അപ്പോൾ അവിടെയും പ്രശ്നം ഉണ്ടാകും, 30-ലാക്കണം. അപ്പം 6 ആണ്, 6-നെ 30-ആക്കണം, 5 കൊണ്ട് ഗുണിക്കണം നമുക്കറിയാം. അപ്പോൾ താഴെ മുകളിൽ 5 കൊണ്ട് ഗുണിക്കുന്നു. 6 1/6 ഇൻറ്റു 5/5. ദാറ്റ്സ് ഈക്വൽ ടു 5 ഇൻറ്റു 1 5/6 ഇൻറ്റു 5 30. 5/30. That's equal to 5/30. Okay, now so the new ratio will be x, y, z. അതേ ക്രമത്തിൽ എഴുതുന്നു. 15 അത് 30-ലാണ്, അപ്പോൾ 15:10. അതും 30-ലാണ്, അത് is to 5/30. അപ്പോൾ എല്ലാം 30-ലായി കഴിഞ്ഞാൽ റേഷ്യോ എഴുതാൻ പറ്റുള്ളൂ. എല്ലാം ഒരേ സംഖ്യയിലായി കഴിഞ്ഞാൽ റേഷ്യോ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 10. ദാറ്റ്സ് ഈക്വൽ ടു 15:10:5. അതിനെ ലഘൂകരിക്കാം, എല്ലാ സംഖ്യകളും 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാം. അപ്പോൾ 15/5 3, 15/10 15. അപ്പോൾ 15/5 3 കിട്ടും. ഇസ്റ്റു 10/5 2, അതും റേഷ്യോയിൽ എഴുതും. 2:5/5 1. 3:2:1 is the new profit sharing ratio.